സിയാ സിയാ ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? എന്താമ്മ, ഞാൻ എൻ്റെ ഫ്രണ്ട് വിളിച്ച് സംസാരിക്കുന്നത് കാണുന്നില്ല നിങ്ങൾക്ക്? നീ ഏത് നേരം ഫോണും പിടിച്ചിരുന്നോ? അന്നതാ ആയിഷാത്തെ കാണാൻ വന്നിക്കണ്. ഈ ഹോസ്റ്റലിൽ നിന്ന് വന്നെന്ന് അറിഞ്ഞു വന്നാ. ഓ, ഈ ആയിഷാത്ത് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഇനി നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ശരിക്കും ആയിഷാത്താൻ്റെ കുട്ടിയാണോ? ആ, ആയിഷാത്തത് അടുക്കളയിൽ ഇരിക്കണ്, പോയി ചോദിച്ചോക്ക് ആരുടെ കുട്ടിയാന്ന്. സിയ അടുക്കളയിൽ ചെന്നു. ആയിഷാത്ത സുഖല്ലേ? അല്ലാ, ആയിഷാത്താന്റെ കുട്ടിയല്ലേ ഇത്? എന്തൊക്കെയാ എന്റെ വർത്താനം? കോളേജൊക്കെ എങ്ങനെയുണ്ട്? പുതിയ കൂട്ടുകാരികളൊക്കെ? ആയിഷാത്ത കുഴപ്പമില്ല, മട ഫുഡിന്റെ രസമൊന്നുമില്ല അവിടുത്തെ. ആ, അതങ്ങനെ തന്നെ, കൂടിന്ന് പോകുമ്പോഴേ അതിന്റെ വില അറിയുള്ളൂ. അല്ലേലും എൻ്റെ ഉമ്മാടെ കൂടെ കൂടാനൊക്കെ നല്ല രസാ. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട്, സീനാടെ പോയ ചോറ് നാ പോരൂലാന്ന്. ഓളെ കൂട്ടാനൊക്കെ എന്ത് രസാന്ന്. ഉമ്മാടെ ചിരിയുണ്ടോ? ഗമ ആയിഷാത്ത പൊക്കി പറയണ കേട്ടിട്ടാ. ഓടി അവിടുന്ന്. ഈ നനി വരണ്ട, ഇങ്ങോട്ട് ഹോസ്റ്റലിൽ തന്നെ നിന്നോ. എന്തേ, അത് മതിയോ? അയ്യടാ, ഞാൻ തമാശ പറഞ്ഞെന്റെ സീന, നിങ്ങൾ പിണങ്ങല്ലേ? അല്ലാ, ഈ ഇപ്പോഴും ഉമ്മാനെ പേരാ വിളിക്കുക, ആൾക്കാർ കേൾക്കണ്ട. ആ പിന്നെ എൻ്റെ അമ്മയല്ലേ, ഞാൻ എന്ത് വിളിച്ചാലും ഉമ്മാക്കൊരു പ്രശ്നമില്ല. ഇല്ലല്ലോ അമ്മ? ആ ഇല്ല, കിണുങ്ങാണ്ട് ഈ പോയി ആ ടേബിളിൽ വെച്ച കവറിങ് എടുത്തോണ്ട് വാ. സീന, മക്കളൊക്കെ വലുതായില്ലേ? ഓളെ വയറ്റിലുള്ളപ്പോൾ കാണാൻ തുടങ്ങിയല്ലേ ഞാൻ. അല്ല, എന്തേ മൂത്തത്? ഓളെ കണ്ടില്ലല്ലോ. ആ, അത് സുനുവിന് ക്ലാസ് ഉണ്ട്, വരുമ്പോഴേക്കും 5 മണി കഴിയും. രണ്ടാളെ ഒപ്പം കെട്ടിക്കാലേ സീന, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് എന്താ ഇഷാത്ത, അവർ പഠിക്കട്ടെ. ഞാൻ തന്നെ ചെറുപ്പത്തിലൂടെ വന്നിട്ട് നിങ്ങൾ കണ്ടല്ലേ, എന്താ ചെയ്യേണ്ടെന്ന് അറിയാണ്ട് ഇക്കെ അതെന്നെ പറയുന്നു. ആ, അതും നേരാ. ഇപ്പോഴത്തെ കുട്ടികൾ നേരത്തെ കല്യാണത്തിന് സമ്മതിക്കൂല, ഒക്കെ പഠിക്കണവരല്ലേ. എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടട്ടെ. ദാമ്മ കവറ്. ആ, അത് ഐഷാത്ത കൊടുത്തേക്ക്. സിയമോളെ, ഐഷാത്ത പോട്ടെട്ടോ, നല്ലോണം പഠിച്ചോ. ജോലിക്കാരിയായിട്ട് ഐഷാത്തനെ കാണാൻ വരണം. ഐഷാത്ത പോയി കഴിഞ്ഞതും സിയയുടെ വക ഒരു ചോദ്യം. അല്ലമ്മ, നിങ്ങൾ എന്തിനാ എപ്പോഴും ഐഷാത്ത കുറേ സാധനം കൊടുക്കുന്നത്? ഇപ്പം നമ്മളോട് പണിക്കൊന്നുമില്ലല്ലോ. സിയ, അണക്കറിയോ, ഐഷാത്ത ഇവിടെ ഉമ്മാക്ക് ആദ്യം തൊട്ടേ സഹായത്തിന് വന്നിരുന്ന. ഈ ജനിക്കണീന് മുമ്പ് നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാ. പടച്ചോൻ നമുക്ക് എന്തൊക്കെ കാരുണ്യാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും പടച്ചോനെ ശുക്ർ ചെയ്യണം, കിട്ടിയ അനുഗ്രഹങ്ങൾ നീങ്ങി പോവാതിരിക്കാൻ. ഈ എന്നെ ഓർത്ത് നോക്ക്, ഐഷാത്താൻ്റെ മോളായിട്ടാണെങ്കിൽ ഈ ജനിക്കുന്ന വെച്ചാൽ. അല്ലാൻ്റെ ഉമ്മ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയില്ലേ? ഓർക്കാൻ തന്നെ വയ്യ. പാടത്തും ചെറിയ വീടും വെള്ളം കയറുന്നു. അവർക്ക് എങ്ങനെയല്ലേ അമ്മ ഇത് കരച്ചിൽ വരിക? സാരമില്ല, ഞാൻ പറഞ്ഞതാ. നമുക്ക് താഴെയുള്ളവരെ നോക്കണമെന്ന് പറയുന്നത് നമുക്ക് കുറേ ഉണ്ടല്ലോ എന്ന് കരുതി അഹങ്കരിക്കാനല്ല, നമുക്ക് ഇത്ര ഉണ്ടല്ലോ എന്ന് കരുതി മറ്റുള്ളവരെ സഹായിക്കാനും പടച്ചോനെ മറക്കാതിരിക്കാനുമാണ്. അണക്കറിയോ, സുനുവിന് 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ നിന്നെ പ്രഗ്നൻ്റ് ആവുന്നത്. അന്നും ഐഷാത്ത ഇവിടെ വരുന്നുണ്ട്. ഉമ്മാക്ക് ആകെയുള്ള പണി ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമാണ്. അത് തന്നെ എനിക്ക് മറ്റാരും വെച്ച് അത്ര ഇഷ്ടമില്ലാത്ത ഞാൻ സ്വയം ചെയ്യുന്ന. ബാക്കി എല്ലാ ജോലികളും ഐഷാത്തയാ ചെയ്യുക. മമ്മാൻ്റെ ഡ്രസ്സ് കഴുകൽ എൻ്റെയും താത്താൻ്റെയും ഒക്കെ. അങ്ങനെ എന്നെ 3 മാസം വിശേഷമായപ്പോൾ തൊട്ട് അവർ വന്ന ഉടനെ എൻ്റെ തലയിൽ എണ്ണ തേപ്പിക്കും. എണ്ണയിട്ട് കുളിച്ചാലേ കുട്ടിക്ക് പാലുണ്ടാവുമെന്നും പറഞ്ഞു. താത്താൻ്റെ പാലുകൂടി നിർത്തി കഴിഞ്ഞാൽ ഓളുടെ വാശിക്കെല്ലാം ഐഷാത്ത നിന്നു കൊടുക്കും. എടുത്ത് നടക്കലും ചോറ് കൊടുക്കലും എല്ലാം. അങ്ങനെ ഓരോ മാസവും കടന്നുപോയി. എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം കൂടി തുടങ്ങി. സൂനുവിന് ഇടയ്ക്കെടുക്കലും മറ്റുമായിട്ട് പുറം വേദനയും തണ്ടല് വേദനയും. ഐഷാത്ത ബാത്റൂമിൽ കസേര ഇട്ടെന്ന് തല കുളിപ്പിച്ചേരും. വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കില്ല. കുനിഞ്ഞ് വെള്ളമെടുത്ത് വയറ്റിലെ കുട്ടിക്കൊന്നും വരണ്ട, ഞാൻ ഒഴിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ചെറിയ കാര്യത്തിലും നമ്മുടെ ഉമ്മാനെ പോലെ കൂടെ നടക്കും. ഭക്ഷണം നല്ലോണം കഴിക്കാത്തതിന് ചീത്ത പറയും. അങ്ങനെ 8-ാം മാസമായി. ഇടയ്ക്ക് പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ഇഞ്ചക്ഷൻ എടുക്കലൊക്കെ ആയി. മൂത്ത കുട്ടിയെ തീരെ എടുക്കണ്ടെന്ന് പറഞ്ഞു. ബെഡ് റെസ്റ്റായി. അപ്പോഴേക്ക് ഈ ഐഷാത്തയാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ. ഒരു ദിവസം എൻ്റെ അമ്മമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഐഷ, എൻ്റെ വയറെന്താ അങ്ങനെ ഒരു വീർപ്പ്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ വയറ് നിറച്ച് ചോറന്ന് വീർത്തല്ലേ, ഞാൻ നന്നായതാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇന്നാലും ഐഷ, ഇങ്ങനെയൊക്കെ നന്നാവോ? എന്നായി ഉമ്മമ്മ. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. 2 ദിവസം ഐഷാത്ത വന്നില്ല. അന്വേഷിക്കാൻ ആളെ പറഞ്ഞയച്ചു. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. പിറ്റേ ദിവസം ഐഷാത്ത രാവിലെ തന്നെ വന്നു. അല്ല, നിങ്ങൾ എവിടെയായിരുന്നു? എന്താ പറ്റിയത്? ആ സീന, ഇക്കേ തീരെ വയ്യാണ്ട് ആശുപത്രിയിലൊന്ന് പോയി. ഡോക്ടർ ഇനി ശ്രദ്ധിക്കാൻ പറഞ്ഞു, പണിക്ക് പോകണ്ടാന്നു. അതിന് ഐഷാത്ത നിങ്ങൾക്ക് എന്താ പറ്റിയത്? അത് സീന, ഞാൻ എന്നോട് പറയാതിരുന്ന. അന്നേക്കാൾ ഒരാഴ്ച മുന്നേ എൻ്റെ ഡേറ്റ്. വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഈ എന്നെ പണിക്ക് വരാൻ സമ്മതിക്കില്ല. തിന്നാനൊക്കെ ഈ തരും. എന്നാലും മൂത്ത 3 പഠിപ്പും വീടിൻ്റെ വാടക കൊടുക്കലും മക്കളുടെ ഉപ്പാടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് എല്ലാം കൂടി ആവൂലെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പറയണ്ടെന്ന് വെച്ചതാ. സിയമോളെ, അന്ന് ഉമ്മൻ്റെ ഒരു വിഷമം അനുഭവിച്ചിട്ട് ഞാൻ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും സഹിച്ച് അവരെന്നെ നോക്കിയപ്പോൾ ഇത്ര അടുത്തുണ്ടായിട്ട് അവിടെ 2ാം മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല.
ജീവിതത്തിൽ തളർന്നു പോയില്ലെന്നും ആരുടെ മുന്നിലും കൈ നീട്ടാതെ അധ്വാനിച്ച് ജീവിക്കുമെന്നും ദൃഢനിശ്ചയം എടുത്ത അവരുടെ മറ്റൊരു മുഖം. ആ ഓർമ്മ ഇപ്പോഴുള്ളതുകൊണ്ടാണ് ഞാൻ ഐഷാത്താക്ക് പറ്റുന്നൊക്കെ കൊടുക്കുന്നു. ഐഷാത്ത് ഉമ്മാൻ്റെ കുട്ടീനെ എത്ര സ്നേഹിക്കുന്നു. അത്രയും കേട്ടപ്പോഴേക്കും സിയയുടെ കണ്ണ് നിറഞ്ഞ് തുളുമ്പിയിരുന്നു. സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ കഴിയുമ്പോൾ ചുറ്റുമുള്ളവരെ ചിലപ്പോഴേക്ക് നമ്മൾ കാണാതെ പോകുന്നു എന്ന് ഓർത്തുകൊണ്ട്